എന്താ ചേച്ചേ? സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ഇങ്ങനെ ഓടുന്നു വണ്ടി. പിന്നെ നിന്റെ ചേച്ചി വിമല ഞങ്ങളുടെയൊക്കെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്. അവള് ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലല്ലേ? നീ മുമ്പ് അടിക്കടി വന്ന് കാണാൻ വന്നിരുന്നല്ലോ, ഇപ്പൊ എന്താ വരാത്ത? എന്താ ചേച്ചി പറയണു? ഒരു ഓഫീസിൽ തിരക്കാ. ഞാൻ റൂമിൽ പോയാലേ ഒരു ചേച്ചിയെ കാണാൻ വരാനും കൂടെ സമയമില്ല നിനക്ക്. ഓഫീസിൽ നിന്ന് വീട്ടിൽ റൂമിൽ വരുമ്പോൾ നേരെ വഴങ്ങുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ വന്നാൽ അവിടെ വാർഡൻ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. ഞാൻ അവിടെ നിന്ന് മോളെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കണം. അപ്പോൾ അവരൊക്കെ കടന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ദിവസം സൺഡേ അങ്ങനെ പറ. അപ്പം ശരി, ഒരു സൺഡേ നീ ഹോസ്റ്റലിലേക്ക് വാ. ഓക്കെ ഓക്കെ. നമ്മുടെ ഹോസ്റ്റലിൽ ഭക്ഷണം ഇല്ലാതെ നീയും എൻ്റെ ചേച്ചിയും ഞങ്ങളെല്ലാവരും 5-6 പേര് ചേർന്ന് സരവണ ഭവനിൽ പോയിട്ട് നല്ല ലഞ്ച് കഴിച്ചിട്ട് പോവാം. എന്താ? പട്ടണം നമ്മുടെ ഏരിയയിൽ വന്നിരിക്കുന്നു. അതൊന്നുമില്ല, നമ്മുടെ ആഞ്ജനേയർ കോവിലില്ലേ അടുത്ത്. അതെ, ഞാൻ അടിക്കടി വരണ കോവിലത്. ആഞ്ജനേയർക്ക് എന്താ പവർ എന്നറിയാം. എനിക്ക് സ്വന്തം അനുഭവങ്ങളുണ്ട്. പവറുള്ള ആഞ്ജനേയർ. അവിടെ എനിക്കൊരു വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു. അത് വഴിപാട് ചെയ്ത് കഴിഞ്ഞിട്ട് വരികയാണ് ഞാൻ. ആ കോവിലിൽ വന്നാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ പതിവായിട്ട് കാപ്പി കുടിക്കാറ്. നല്ല ഫിൽറ്റർ കാപ്പി കിട്ടും ഇവിടെ. അതെ അതെ അതെ, ഇവിടെ ഫേമസ്. അപ്പോൾ ആഞ്ജനേയർ വഴിപാട് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതെ, ഇത്ര ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? നിങ്ങളുടെ ഹോസ്റ്റലിൽ ഒരുപാട് ആഞ്ജന്മാരുണ്ടല്ലോ, അപ്പം അവിടെ തന്നെ കണ്ടോടെ. അപ്പം അതിൻ്റെ അർത്ഥം ഞങ്ങളൊക്കെ കുറഞ്ഞന്മാരാണെന്നോ? ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായി. ഇപ്പൊ നിന്റെ ചേച്ചി ഞങ്ങളുടെ കൂടെ താമസിക്കണേ. എല്ലാരും എന്താ പറയുന്നത്? ആ ചേച്ചിയുടെ അണിയന്റെ ആണോ നീ? അപ്പൊ നീയും കുറങ്ങനാടോ? പ്ലീസ് ചേച്ചി, ഞാനേ കൊടുത്തല്ലോ കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ വേറെ ഒരു ദിവസം വരാം. അപ്പൊ മീറ്റ് ചെയ്യാം. ഓക്കെ, നല്ലതാ.